ഒറ്റമുറി വീട്ടിലായിരുന്നു ആ കുടുംബം കഴിഞ്ഞിരുന്നത്. കഷ്ടപ്പാടുകളുടെ നടുവിലായിരുന്നു അവന്റെ ബാല്യം. അച്ഛന്റെ തുച്ഛമായ ശമ്പളം ആ കുടുംബത്തിന്റെ ദൈനംദിന ചിലവുകൾക്ക് പോലും തികഞ്ഞിരുന്നില്ല. മകനെ പഠിപ്പിക്കാൻ പോലുമാകുന്നില്ല എന്ന അവസ്ഥ വന്നപ്പോൾ അദ്ദേഹം അവനെ മുത്തശ്ശനടുത്തേക്ക് അയച്ചു. ക്രിക്കറ്റ് ഭ്രാന്തനായ അവൻ അടുത്തുള്ള കുട്ടികളെയും കൂട്ടി തെരുവിൽ ക്രിക്കറ്റ് കളി തുടങ്ങി. സ്ഥിരമായി വീടുകളുടെ ചില്ലു പൊട്ടാൻ തുടങ്ങിയപ്പോൾ അയൽക്കാർ പോലീസിനെ വിളിച്ചു വരുത്തി. അവന്റെ ക്രിക്കറ്റ് കളി അവിടെ അവസാനിച്ചു. എന്നാൽ പിന്നീട് അവന്റെ ക്രിക്കറ്റ് മോഹം മനസ്സിലാക്കിയ അങ്കിൾ അവനെ അവധിക്കാല ക്രിക്കറ്റ് ക്യാമ്പിലേക്ക് അയച്ചു. ഇതവന്റെ ജീവിതത്തിലെ തന്നെ വഴിത്തിരിവായി മാറി. അസാധാരണ ഷോട്ടുകൾ കളിക്കുന്ന ആ മെലിഞ്ഞ പയ്യനെ ദിനേശ് ലാഡ് എന്ന കോച്ച് ഏറ്റെടുത്തു. ജീവിതത്തിലെ എല്ലാ ഇല്ലായ്മകളെയും പ്രതിഭ കൊണ്ട് പിന്നിലാക്കിയ ആ പയ്യൻ ലോക ക്രിക്കറ്റിൽ ഹിറ്റ്മാൻ എന്ന പേര് നേടി. ഇത് രോഹിത് ശർമ്മ. ഏകദിന ക്രിക്കറ്റിൽ 3 ഡബിൾ സെഞ്ചുറി നേടിയ ഏക ഇന്ത്യൻ താരം. ലക്ഷ്യത്തിലേക്കുള്ള യാത്രകൾ പലപ്പോഴും അങ്ങനെയാണ്. എല്ലാം അപ്രതീക്ഷിതമായിരിക്കും. അത് തടസ്സങ്ങളായാലും പ്രതീക്ഷകളായാലും. യാത്ര തുടരുക തന്നെ വേണം. പ്രതീക്ഷയുടെ വാതിൽ നമുക്ക് മുന്നിൽ തുറക്കുന്നതുവരെ. ശുഭദിനം.